വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒന്നുമില്ല, ഇപ്പം എല്ലാവരും ബിഗ് ബോസ് കാണാണല്ലോ. അപ്പം ഞാനും ബിഗ് ബോസ് കാണലുണ്ട്. ഈ വട്ടത്തെ ബിഗ് ബോസ് ശരിക്കും നല്ല രീതിക്ക് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ആൻഡ് ന്യൂ വൈൽഡ് കാർഡ് ആൻഡ് എവറിത്തിങ്. അപ്പം ഞാൻ കുറേ കണ്ടതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അതിനെപ്പറ്റിയുള്ളൊരു റിവ്യൂ അടക്കമെല്ലാം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ പല സമയത്തും പാപ്പു ഇടയ്ക്കൊക്കെ ഇതിരുന്ന് എന്ന് വെച്ചാൽ അവളിരുന്ന് കാണുന്നതെന്നല്ല, അവൾ പഠിച്ചൊക്കെ വരുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് അമ്മയൊക്കെ ഇരുന്ന് കാണുമ്പോൾ അവളിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അപ്പം ലെറ്റ് us ആസ്ക് വാട്ട് പാപ്പു തിങ്സ് ഓഫ് എന്തുവാ ബിഗ് ബോസ്. ഓക്കെ പാപ്പു, പാപ്പു ഈ ബിഗ് ബോസിനെ പറ്റി എന്താണ് അഭിപ്രായം? ചില സമയത്തൊക്കെ ഇവിടെ അമ്മാമ്മയൊക്കെ വയ്ക്കുമ്പോ സൈഡിൽ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. എന്തെങ്കിലും മനസ്സിലാവാറുണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ ഇങ്ങനെ ഒന്നും മനസ്സിലാവാതെ ആണെങ്കിലും നോക്കി നിൽക്കണേ. എന്താ എപ്പോഴും ഇങ്ങനെ ഷൗട്ട് ചെയ്തോണ്ടിരിക്കും. അബ്ബോന്റെയും മമ്മിയും പോയപ്പോഴോ അത് അടിപൊളിയായിരുന്നു. അത് ഫുൾ ടാക്ടിക്സ് ഒക്കെ ആയിരുന്നു. ഓ ശരിക്കും അതല്ല, ജോക്സ് പാർട്ട് നിനക്ക് എന്താ തോന്നിയിട്ടുള്ള ഈ പ്രോഗ്രാമിനെ പറ്റി? സീരിയസ് ആയിട്ട് ഞാനൊരു കുട്ടിയുടെ ബിഗ് ബോസിന്റെ റിവ്യൂ ഇതുവരെ കേട്ടിട്ടില്ല. ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള ഈ കുട്ടിയുടെ ഒരു ഇതെന്താണ്? ഭയങ്കര ബ്രൂട്ടലാണ്. അവിടെ ചെല്ലുന്നു ഫുൾ ഓഫ് ടാക്ടിക്സും തന്ത്രങ്ങളൊക്കെ. ഇതെവിടെ ഈ വേർഡ് പഠിച്ചത്? തന്ത്രങ്ങൾ. കഴിഞ്ഞ ദിവസം ഞങ്ങളിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കണതിന്റെ ഇടയിൽ പറയണ്ടായിരുന്നു താന്ത്രികമായി അല്ലേ? എന്നിട്ട് ഗെയിം ഇങ്ങനെ പ്ലാൻ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇത് ഫെയർ ആണെന്ന് തോന്നാറുണ്ടോ? ഇല്ല, വൈ? ഫേവററ്റിസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കാണാനില്ല കണ്ടില്ലേ? ഞങ്ങളുടെ സീസണിന്റെ കേസാണ്. ഓക്കെ ഓക്കെ. ആ സീസണില് അപ്പോണ്ടെ മമ്മിയും സീനായിരുന്നു. ജനുവിനായിരുന്നു. ഓക്കെ ഓക്കെ. There are some people who aren't. ഓക്കെ. ഫുള്ള് പ്ലാനൊക്കെ ഇട്ട് ചൊറിഞ്ഞ്. ഓക്കെ, പാപ്പുവിനെ ബിഗ് ആവുമ്പോ ബിഗ് ബോസ് വിളിച്ചപ്പോ അപ്പൊ എക്സ്പീരിയൻസ് വെറുതെ പോയിട്ട് ഇത് നോക്കിയ ഗൈസ്, കുറെ നേരായി ഇവിടെ ഒരാള് ഞങ്ങൾക്കൊരു വീഡിയോ എടുക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു ചെക്കൻ ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു ചുടുവിന്റെ ബമ്മ ഹീലായിട്ടാ ഗൈസ്. ഇച്ചിരി വാവു വന്നതായിട്ട് വാവു ആയിരുന്നു വന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ആണല്ലേ? അതായത് പാപ്പുവിനെ പുറത്ത് പാപ്പുവിന് ചുഡുവിനെ പുറത്ത് വാക്കിന് കൊണ്ടുപോയപ്പോ വഴിയിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു മാന്തു കൊടുത്തു ചെക്കന്. അപ്പൊ ഇവനാണെങ്കി വീട്ടിലത്തെ ഒന്നും അറിയില്ല അവന്. അതായത് ഒരു പട്ടിയാണ്, ലുക്കൊക്കെ ഉണ്ട്, ബഗീരോ പേരൊക്കെ ഉണ്ടെങ്കിലും ആൾക്ക് ഒരു വിധത്തിലുള്ള വയലൻസും ഇഷ്ടമല്ല. അപ്പാപ്പന പഴമൊക്കെ തിന്നും. പണ്ട് ക്യാരറ്റൊക്കെ തിന്നുമായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല ക്യാരറ്റൊന്നും തിന്നണ വേറെ പട്ടികൾ. തിന്നണ പട്ടികൾ ഉണ്ടാവട്ടില്ല എന്നല്ല, പക്ഷെ ഞങ്ങളുടെ കുട്ടിക്ക് ഇതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. ഞാനിങ്ങനെ ഇടയ്ക്ക് ഈ പാപ്പു ഇരുന്നിട്ട് അമ്മമ്മ, അതായത് അമ്മ കാണുന്നതിന്റെ സൈഡിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണ കാണാറുണ്ട്. അപ്പൊ ഐ യൂസ് ടു വണ്ടർ എന്താണ് കാണുന്നത്. പിന്നെ കിഡ്സിനെ അങ്ങനെ കാണിപ്പിക്കാൻ പറ്റിയൊരു പ്രോഗ്രാമായിട്ട് തോന്നുന്നില്ല. മറ്റേ മുറിയിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ബഹളം കേട്ട് വന്നാണ് മോസ്റ്റ്ലി. ഞങ്ങള് വഴക്കിടണോ ഒന്ന് നോക്കാൻ വേണ്ടിട്ട് ഓടി വന്നാണ് അല്ലേ അല്ലേ? അങ്ങനെയൊന്നല്ല, ചുമ്മാ ഇവിടെ. ഓക്കെ. അപ്പൊ പുതിയ വൈൽഡ് കാർഡൊക്കെ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിനക്കുള്ളത് അവർക്കുള്ളതാണ് കേട്ടോ. ശരി ഗൈസ്, ടാറ്റാ.